അടുത്ത് അങ്ങനെ ഉണ്ട്. അതായത് ഈ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ട് വെക്കാതെ ആണും പെണ്ണും തമ്മിൽ സ്വയം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഫ് ദ ഗൈ ഇസ് പ്രപ്പോസിങ് ദ ഗേൾ ഇസ് അക്സെപ്റ്റിംഗ് ടു ലിവ് വിത്ത് ഹിം ഫോർ ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് ആൻഡ് ഷീ ഈസ് സെയിങ് യെസ്, അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു എൻഗേജ്മെന്റ് സംഭവം പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ തന്നേക്കുന്ന റിങ് അശ്വിൻ തന്നതാണ്. ദ ഡേ ഐ ടോൾഡും യെസ്, അഫ്കോഴ്സ് അത് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് തന്നെയാണ് നമ്മളും കണ്ടത്, അവൻ്റെ ഫാമിലിയും കണ്ടത്, എൻ്റെ ഫാമിലിയും കണ്ടത്. അല്ല നമുക്ക് എൻഗേജ്മെന്റ് എന്ന് പറയുന്നൊരു ഫോർമാലിറ്റി ഇനി ഒരു അനാവശ്യ ചിലവായിട്ട് നമ്മൾ നടത്തത്തില്ല. ഐ ബിലീവ് ഇൻ സേവിങ് മണി ലൈക്ക് ദാറ്റ്. അങ്ങനെയൊന്നും എനിക്കതിന് എക്സ്ട്രാ വാക്കൻസ് ഒരു അടുത്തൊരു എൻഗേജ്മെന്റ് ആവാം അങ്ങനത്തെ റിച്വൽസിലൊന്നും വലുതായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അതുകൊണ്ട് നമുക്കിപ്പോൾ ആലിയ ഭട്ടായാലും ആഫ്രിക്കയിൽ രൺബീർ കപൂർ റിംഗ് കൊടുക്കുന്നു, പുള്ളിക്കാരി യെസ് പറയുന്ന ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമല്ല. അതിനുശേഷം ഇറ്റ് വാസ് ദ വെഡിങ് ആൻഡ് നോട്ട് ദ എൻഗേജ്മെന്റ് സെറിമണി. സോ നമുക്കും ഡയറക്റ്റ് വെഡിങ് തന്നെയാണ്. അത് കുറേ പേർക്കുള്ള ഡൗട്ടായിരുന്നു. കുറേ പേർക്ക് അഫ്കോഴ്സ് കമൻറ്റിനകത്ത് വരും അത് ശരിയാണോ, നിങ്ങളുടെ ശരിയോ തെറ്റോ നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്കെന്നല്ല ആർക്കും ജീവിക്കാൻ കഴിയില്ല.